സോണിയാഗാന്ധിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായിരുന്ന പി മാധവന്റെ സംസ്കാരം ഇന്ന് രാവിലെ 11-ന് തൃശൂർ തൈക്കാട്ടുശ്ശേരിയിലെ വീട്ടുവളപ്പിലാണ് സംസ്കാരം. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പങ്കെടുക്കും. വിവരങ്ങളുമായി തൃശൂരിൽ നിന്ന് ലെവിൻ കെ വിജയൻ ചേരുന്നു. ലെവിൻ, രാഹുൽ ഗാന്ധിയെ കൂടാതെ മറ്റേതൊക്കെ കേന്ദ്ര നേതാക്കൾ പങ്കെടുക്കും? എന്തൊക്കെയാണ് വിവരങ്ങൾ? ലക്ഷ്മി, ഇന്ന് പുലർച്ചെയാണ് 6 മണിയോടുകൂടിയാണ് പി മാധവൻ്റെ മൃതദേഹം ഡൽഹിയിൽ നിന്നും കൊച്ചി വഴി ഇപ്പോൾ ഞാൻ നിൽക്കുന്ന വീട്ടിലേക്ക് എത്തിച്ചത്. തൈക്കാട്ടുശ്ശേരിയിലെ പട്ടം മന എന്നറിയപ്പെടുന്ന വീട്ടിലേക്കാണ് മൃതദേഹം എത്തിച്ചത്. ഇപ്പോൾ പ്രധാനപ്പെട്ട നേതാക്കളും കോൺഗ്രസ് പ്രവർത്തകരുമെല്ലാം മൃതദേഹത്തിൽ അന്തിമോപചാരം അർപ്പിക്കുന്നതിനായി ഇവിടെ എത്തിയിട്ടുണ്ട്. അല്പസമയങ്ങൾക്കകം ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾ ഇവിടേക്ക് അന്തിമോപചാരം അർപ്പിക്കാനെത്തും. രാഹുൽ ഗാന്ധിക്കൊപ്പം AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, അതോടൊപ്പം തന്നെ മറ്റ് നേതാക്കൾ, പ്രതിപക്ഷ നേതാവ്, KPCC പ്രസിഡന്റ് തുടങ്ങിയ ആളുകൾ അടക്കമുള്ളവർ ഈ വീട്ടിലെത്തി അന്തിമോപചാരം അർപ്പിക്കും എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. രാവിലെ 11 മണിയോടുകൂടിയാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. ഇവിടെ തന്നെ ഈ വീട്ടുവളപ്പിൽ തന്നെയാണ് സംസ്കാര ചടങ്ങുകളും മറ്റും നടത്തുക. ഇതിനോടകം തന്നെ പ്രധാനപ്പെട്ട ജില്ലയിലെ കോൺഗ്രസ് നേതാക്കളെല്ലാം ഇവിടെ എത്തി അന്തിമോപചാരം അർപ്പിച്ചിട്ടുണ്ട്. രാഹുൽ ഗാന്ധിയുടെ വരവിനായി ആളുകൾ കാത്തിരിക്കുകയാണ്. ദീർഘകാലത്തോളം 36 വർഷത്തോളമാണ് രാഹുൽ ഗാന്ധിക്കൊപ്പം, അല്ലെങ്കിൽ ക്ഷമിക്കണം, ഗാന്ധി കുടുംബത്തിനൊപ്പം പി മാധവൻ ജോലി ചെയ്തത്. ഒരു ഓഫീസ് സ്റ്റാഫ് എന്നതിനപ്പുറത്ത് നിന്നും ആ കുടുംബവുമായി ഏറ്റവും അടുപ്പം പുലർത്തിയിരുന്ന അപൂർവം ചില ആളുകളിൽ ഒരാളായിരുന്നു പി മാധവൻ എന്നുള്ളതും എടുത്തു പറയേണ്ടതായിട്ടുള്ള കാര്യമാണ്. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ പ്രധാനപ്പെട്ട എല്ലാ സംഭവവികാസങ്ങൾക്കും ഒരുപക്ഷെ ദൃക്സാക്ഷിയായിട്ടുള്ള മലയാളി കൂടിയാണ് പി മാധവൻ എന്നുള്ള കാര്യം നമുക്കറിയാം. ഗാന്ധി കുടുംബത്തിനൊപ്പം ഔദ്യോഗിക ജീവിതം ആരംഭിക്കുന്നത് 1984-ലാണ്. രാജീവ് ഗാന്ധിയുടെ ഓഫീസ് സ്റ്റാഫായിട്ടാണ് അദ്ദേഹം ഗാന്ധി കുടുംബത്തിൻ്റെ ഭാഗമായി ജോലി ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും KPCC പ്രസിഡന്റായിരുന്ന VM സുധീരനും അടക്കമുള്ള നേതാക്കൾ പി മാധവന് അന്തിമോപചാരം അർപ്പിക്കുന്നതിനായി എത്തുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. അല്പസമയങ്ങൾക്കകം രാഹുൽ ഗാന്ധി കൂടി ഇവിടേക്ക് എത്തുമെന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇന്നലെ രാത്രി തന്നെ കുടുംബപരമായി വ്യക്തിപരമായും ഏറ്റവും അടുപ്പ ബന്ധമുള്ള പി മാധവന് അവസാനമായി കാണുന്നതിനും അന്തിമോപചാരം അർപ്പിക്കുന്നതിനുമെല്ലാം രാഹുൽ ഗാന്ധി തൃശ്ശൂരിലെത്തിയിരുന്നു. തൃശ്ശൂരിലെ സ്വകാര്യ ഹോട്ടലിൽ തങ്ങിയ അദ്ദേഹം അല്പസമയങ്ങൾക്കകം ഇവിടേക്ക് എത്തും. അന്തിമോപചാരം അടക്കമുള്ള കാര്യങ്ങൾ നടത്തി കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ചതിന് ശേഷം ഇന്ന് തന്നെ ഡൽഹിയിലേക്ക് മടങ്ങുമെന്നുള്ളതാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ലോക്സഭയിൽ പ്രധാനപ്പെട്ട ബില്ലവതരണങ്ങൾ നടക്കുമ്പോൾ ഇവിടുത്തെ ചടങ്ങുകൾ പൂർത്തീകരിച്ച് കുടുംബാംഗങ്ങളെ കണ്ടതിന് ശേഷം രാഹുൽ ഇന്ന് രാവിലെ തന്നെ ഡൽഹിക്ക് തിരികെ മടങ്ങും. ഏതായാലും പി മാധവൻ്റെ ഔദ്യോഗിക ജീവിതത്തെക്കുറിച്ചാണ് പറഞ്ഞു വന്നിരുന്നത്. പി മാധവൻ 1974-ലാണ് ഡൽഹിയിലെത്തുന്നത്. ഈ ഡൽഹിയിലെത്തുന്നതിന് മുൻപ് ഈ തൈക്കാട്ടുശ്ശേരിയിലെ തന്നെ ഒരു ക്ഷേത്രത്തിലെ ശാന്തിക്കാരനായി ജോലി നോക്കുകയായിരുന്നു. തുടർന്ന് ആഭ്യന്തര വകുപ്പിൽ ക്ലർക്കായിട്ടാണ് ജോലിയിൽ പ്രവേശിപ്പിക്കുന്നത്. പ്രീ യൂണിവേഴ്സിറ്റി എക്സാമിനേഷൻ തോറ്റതിന് ശേഷമാണ് അദ്ദേഹം ഡൽഹിക്ക് വണ്ടി കയറുന്നതും അവിടെ എത്തി പരീക്ഷ പാസ്സായി പിന്നീട് തുടർ വിദ്യാഭ്യാസമടക്കം നേടിയെടുത്ത് ആഭ്യന്തര വകുപ്പിൽ ജോലിയിൽ നിൽക്കുന്നത്. ഏതായാലും ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ നിർണായകമായ ചില ഘട്ടങ്ങളിലൊക്കെ ഗാന്ധി കുടുംബത്തിനൊപ്പം നിന്ന ആളാണ് പി മാധവൻ. അദ്ദേഹത്തെ കണ്ട് അന്തിമോപചാരം അർപ്പിക്കാൻ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അല്പസമയങ്ങൾക്കകം എത്തും. ലക്ഷ്മി, തൃശ്ശൂരിൽ നിന്ന് ലെവിൻ കെ വിജയൻ.